ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അംഗോള പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രതിനിധിതല ചർച്ച പുരോഗമിക്കുന്നു. പ്രഥമ ദേശീയ മധ്യസ്ഥ സമ്മേളനം ന്യൂഡൽഹിയിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. മാധ്യമ വിനോദ ലോകത്ത് ഇന്ത്യയ്ക്ക് ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് വേവ്സ് ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാകിസ്ഥാനിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി നിരോധിച്ച് ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഹോക്കി പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അംഗോള പ്രസിഡന്റ് ജോവോ മാനുവേൽ ഗോൺസാൽവസ് ലോറൻസോയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് ലോറൻസോയെ സ്വീകരിച്ചത്. ഇന്ത്യയും അംഗോളയും തമ്മിലുള്ള സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ലോറൻസോ പറഞ്ഞു. തുടർന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പ്രസിഡന്റ് ലോറൻസോ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ന്യൂഡൽഹി ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അംഗോള പ്രസിഡന്റ് പ്രതിനിധിതല ചർച്ച നടത്തുകയാണ്. 38 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു അംഗോള പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. പ്രഥമ ദേശീയ മധ്യസ്ഥ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവരും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. നിയമ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ത്യൻ അറ്റോർണി ജനറലിന്റെ ഓഫീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതിയോ ചരക്ക് നീക്കമോ അടിയന്തരമായി നിരോധിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താൽപര്യങ്ങൾക്കനുസൃതമായാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിന് തിരിച്ചടി നൽകി ഇന്ത്യൻ സേന. ജമ്മു കശ്മീരിലെ കുപ്വാര, ഉറി, അഖ്നൂർ പ്രദേശങ്ങളിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. മാധ്യമ വിനോദ ലോകത്ത് ഇന്ത്യയ്ക്ക് ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിനുള്ള കഴിവ് ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വേവ്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. യുവജനങ്ങളെ സഹായിക്കാനും അവരുടെ കഴിവ് വളർത്താനും വളരെ തുറന്ന മനസ്സാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. भारत में फिल्म, एंटरटेनमेंट, मीडिया इस दुनिया में एकदम नया कदम है. भारत मीडिया और एंटरटेनमेंट में ग्लोबल लीडरशिप लेने की ताकत रखता है. India can take the global leadership in the world of media and entertainment. That is the kind of talent we have. We are very open-minded government. Our Prime Minister always encourages us to listen and make the changes which are required for helping our youngsters, helping our talent find the right opportunities. വേവ്സ് ഉച്ചകോടിയിൽ ലൈവ് ഇവന്റ്സ് എക്കണോമി, എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപറേറ്റീവ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ധവളപത്രം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെയും സാന്നിധ്യത്തിൽ ഇന്ന് പുറത്തിറക്കി. ലൈവ് എന്റർടൈൻമെന്റ് വ്യവസായത്തിന്റെ വളർച്ചാപാതകൾ, തന്ത്രപരമായ ശുപാർശകൾ എന്നിവയുടെ സമഗ്രമായ വിശകലനമാണ് ധവളപത്രത്തിലുള്ളത്. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യശ്രവ്യ ഉച്ചകോടിയിൽ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം നടക്കുന്നു. നയങ്ങൾ, ഏറ്റവും പുതിയ ട്രെൻഡുകൾ, കമ്മ്യൂണിറ്റി റേഡിയോകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയവ ചർച്ചയാകും. കമ്മ്യൂണിറ്റി റേഡിയോയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള വേദി കൂടിയാകും ഈ പരിപാടി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഗോവയിലെ ഷിർഗാവോയിൽ ശ്രീ ലൈരായ് സത്ര ഉത്സവത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 6 പേർ മരിച്ചു. 50-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ മാപുസ ജില്ലാ ആശുപത്രിയിലും ഗോവ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് മാപുസ ജില്ലാ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തെ ഇരുവരും അനുശോചനം അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 12ാം ദേശീയ സരസ് മേളയുടെയും സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം 6-ന് കോഴിക്കോട് ബീച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മാനാഞ്ചിറ BEM സ്കൂളിൽ നിന്ന് ഉദ്ഘാടന വേദിയായ ബീച്ചിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ UPS റൂമിൽ നിന്നും പുകയുയർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. സംഭവ സമയത്ത് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട രോഗികളായിരുന്നു ഇവർ. യഥാസമയം രോഗികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാഹിത വിഭാഗം താൽക്കാലികമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ സംഭവം നടക്കാൻ പാടില്ലാത്തതായി ും അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം മന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണ്. കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഹോക്കി പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:10-ന് ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ വിജയം ഓസ്ട്രേലിയയ്ക്കായിരുന്നു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് FC ഗോവയും ജംഷഡ്പൂർ FCയും ഏറ്റുമുട്ടും. ഭുവനേശ്വറിൽ രാത്രി 7:30-നാണ് മത്സരം. ഇരു ടീമുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നുള്ളവരാണ്. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പത്രസ്വാതന്ത്ര്യത്തിന് അനുകൂലമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലെ അവസ്ഥ വിലയിരുത്തുന്നതിനുമുള്ള അവസരമാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തു നിന്നുള്ള 19 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് രാവിലെ ശ്രീലങ്കൻ കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതായി ആരോപണം. നാഗപട്ടണം ജില്ലയിലെ അക്കരേപേട്ടയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കൊടിക്കരയ്ക്ക് സമീപം മത്സ്യബന്ധനം നടത്തവെയാണ് സംഭവം. ഏകദേശം 20 ലക്ഷം രൂപ വിലമതിക്കുന്ന മത്സ്യബന്ധന വലകൾക്കൊപ്പം പിടിച്ച മത്സ്യങ്ങളെയും തട്ടിയെടുത്തതായി അവർ പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റവരെ നാഗപട്ടണത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അതേസമയം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നുള്ള 25 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ഇവരെ വിമാനമാർഗം ചെന്നൈയിലേക്ക് അയച്ചു. 2025-ലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് അവാർഡ് സമ്മാനിക്കുന്നത്. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31-ആണ്. award.gov.in എന്ന പോർട്ടൽ വഴി നാമനിർദ്ദേശം നൽകാം. ഓസ്ട്രേലിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പ്രതിനിധി സഭയിലെ 150 സീറ്റുകളിലും സെനറ്റിലെ 76 സീറ്റുകളിൽ 40 സീറ്റുകളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പുലർച്ചെ 3:30-ന് ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് 1:30 വരെ തുടരും. ബംഗ്ലാദേശിൽ വനിതാകാര്യ പരിഷ്കരണ കമ്മീഷൻ നിർത്തലാക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിക സംഘടനയായ ഹെഫാസത്ത്-ഇസ്ലാം പ്രവർത്തകർ ധാക്കയിലെ സുഹ്രാവർദി ഉദ്യാനത്തിൽ ഒത്തുകൂടി. വിശുദ്ധ ഖുർആനിന് എതിരായ ഏതൊരു പ്രവർത്തനവും തടയുമെന്നും ഹെഫാസത്ത്-ഇസ്ലാം കേന്ദ്ര കമ്മിറ്റി അംഗം മഹ്മൂദ് ബിൻ ഹുസൈൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അങ്കോള പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രതിനിധിതല ചർച്ച പുരോഗമിക്കുന്നു. പ്രഥമ ദേശീയ മധ്യസ്ഥ സമ്മേളനം ന്യൂഡൽഹിയിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. മാധ്യമ വിനോദ ലോകത്ത് ഇന്ത്യയ്ക്ക് ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് വേവ്സ് ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാകിസ്ഥാനിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി നിരോധിച്ച് ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഹോക്കി പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.